ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇത് അൺഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. 239 സ്റ്റെപ്സ് ഉണ്ട്. പണ്ടത്തെ ആൾക്കാരെ സമ്മതിക്കണം. ഇതിൻ്റെ അപ്പുറത്ത് ഒമാൻ ബോർഡർ ആയിട്ട്, അത് ഒമാൻ ബോർഡർ അപ്പുറത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇപ്പുറത്തും ഒരു ഫോർട്ട് ഉണ്ട്. ഇതുവരെ സലണ്ടർ ചെയ്തത് അവസാനമായിട്ട് ഇവിടെ ആയിരുന്നു എന്നാണ്. ഇത് ലൈം സ്റ്റോൺ ആണ് കേട്ടോ ഇവിടെ. അടി മോനെ. ഇവിടുന്ന് റംസ് മൊത്തം കാണാമല്ലോ. നമ്മൾ അങ്ങനെ ദയാ ഫോർട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ മണ്ടയ്ക്ക് കാണുന്നില്ലേ, അതാണ് ദയാ ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടത്തെ ഇപ്പോഴും പ്രിസർവ് ചെയ്തേക്കുന്ന യുനെസ്കോ ഇത് ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോർട്ടാണ്, ലിസ്റ്റിലുള്ള ഒരു ഫോർട്ടാണ്. ഫ്രീ എൻട്രൻസ് കേട്ടോ, പൈസ ഒന്നുമില്ല. ഇവിടെ വരുമ്പോൾ പേര് ചോദിക്കും, പിന്നെ ഏജ്, നമ്പർ, എത്ര പേരുണ്ട്, അത്രേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എത്രയാ. ലാറ്റിറ്റ്യൂഡ് 36 മീറ്റർ, ടെയിൽ ലെങ്ത് 225, 239 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഫോർട്ടിലോട്ടെത്തും. അയ്യോ, ഇനി മണ്ടക്കോട്ട് കയറാനോ? അതുകൊണ്ട് അവർ രണ്ടുപേരും കയറി പോകുന്നു. ഇനി നമുക്ക് അവരുടെ പുറകെ പോകാം. ഇതെന്തോ റെസ്റ്റ് റൂം ഉണ്ട്. പണ്ട് കാശ്മീർ ട്രൈബല്ല അമ്മ, കാശ്മീർ ട്രൈബും പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം നടന്നത്, അവസാനത്തെ യുദ്ധം നടന്നു ഇവിടെയാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതെന്തിന്? പിന്നെ അത് കണ്ടോ ഫ്രണ്ടിൽ ചെന്നിട്ട്. സ്റ്റെപ്പ് കയറാതിരിക്കാനാണോ? കയറാതിരിക്കാൻ ആ ബുദ്ധിമുട്ടി ചെയ്യുന്ന പരിപാടി കണ്ടോ? എന്നിട്ട് ഇവിടെ മണ്ട കയറി വലിഞ്ഞ്. അമ്മാ, സ്റ്റെപ്പ് കയറാൻ ഇത്രക്ക്? ഇല്ല, ഇവിടെ സ്റ്റെപ്പ് തന്നെ കയറണം. എത്ര? 239 സ്റ്റെപ്സ് അല്ലേ? ഞാൻ എണ്ണിയില്ല. അയ്യോ. In time of danger, the mountain provides safe and shelter living condition while mountain remains. നേരെ വന്നാൽ ഡുമ്മെന്നടിച്ച് താഴെ വീഴും. അവർ ഡുമ്മടിച്ച് താഴെ വീഴുന്നു. മണ്ടയ്ക്കൊന്നെല്ലാം വീണ് കഴിഞ്ഞാൽ സേഫ് ആണ്ടേ. ഇത് ലൈം സ്റ്റോൺ കേട്ടോ ഇവിടെ. ഇത് പണിതേക്കുന്ന മൊത്തം മണ്ണിലും ഇത് മാത്രമാ. ഇവിടെ എന്താ യൂസിങ് സീസണൽ റെയിൻഫോൾ. ഇത് അവർ തണുപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി. ഇവിടെ പണ്ടൊക്കെ മഴ എപ്പോഴും പെയ്യത്തില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇവർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇത് ചെയ്തു. ഇനിയും പെട്ടെന്ന് നമുക്ക് മണ്ടയ്ക്ക് എത്തണം, എന്നാലേ സൺസെറ്റ് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇതാ സ്റ്റാൻഡിങ് ഇതാ. നമുക്ക് പെട്ടെന്ന് മണ്ടയ്ക്ക് എത്തിയെങ്കിൽ സൺസെറ്റ് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ എത്തിയപ്പത്തി കാണിക്കാൻ തുടങ്ങി. ലോവർ മഡ് ബിഗ് ഫോർട്ട്. ഇവിടെ വേറൊരു ഫോർട്ടും കൂടെ ഉണ്ടായിരുന്നു. താണ്ട്
വീട് ഫാം. അവിടെ ഒരു ഫോർട്ട് ഉണ്ട് കണ്ടോ, അതിൻ്റെ റിമൈൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നല്ല വ്യൂ, നല്ല വ്യൂ ആ. പക്ഷെ അത്ര അണപ്പുണ്ട്. അമ്മേ, ഇതിൻ്റെ സ്റ്റാൻഡ് ഇവിടെ വെക്കട്ടെ. മണ്ടയ്ക്കോട്ടുണ്ടോ? അമ്മേ, അടി മോനെ. ഓ, ഇവിടുന്ന് റംസ് മൊത്തം കാണാമല്ലോ. വേണ്ട, അതാ റംസ് എന്ന് പറയുന്ന ഏരിയ. അതത്ര നേരെ അപ്പുറത്ത് കടല. ആണ്ട് അവിടെ മോനെ റംസ് മൊത്തവും കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. അയ്യോ, അമ്മേ അപ്പാ. അതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ. നിങ്ങൾ അവിടെ എത്തിയിട്ടേ ഉള്ളോ? ഞാൻ അവിടെ എത്തുമ്പോഴെങ്കിലും വരുമോ? നന്നായി. ഞാൻ തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും മിക്കവാറും അവരിവിടെ കയറി വരുന്നത്. ഹായ് വാ, നമ്മളങ്ങനെ ഫോർട്ടിൻ്റെ അടുത്തെത്തി. അതുകൊണ്ട് അയ്യോ അണച്ചണച്ച് ഉപ്പാട് വന്നെ. ഇതെന്തോ? ഇതാ മാംഗ്രോവ്സ്. ഇതാ മാംഗ്രോവ്സ് ഫോറസ്റ്റ് ഉണ്ട്. മാംഗ്രോവ്സിൻ്റെ അത്. ഇത് അൺഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടെ ആകെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് അതേ ഉണ്ടായിരുന്നുള്ളൂ. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, പണ്ടത്തെ ആൾക്കാരെ സമ്മതിക്കണം. ഇതായിരുന്നു അവർ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് വെള്ളത്തിന് ഇതിനൊക്കെ. പണ്ട് ഈ പിടുത്തം പോലും ഇല്ലായിരുന്നു. ഇതിപ്പോഴാണ് ഇത് പണിതത്. ആടെ വ്യൂ കണ്ടോ? ഒരു രക്ഷയില്ലല്ലോ. നമ്മളങ്ങനെ ഫോർട്ടിൻ്റെ അടുത്തെത്തി. ഫോർട്ടിൻ്റെ എൻട്രൻസിലെത്തി. അയ്യോ, ഇത് ആദ്യത്തെ ഗേറ്റ്. ഓ, ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് പോകാൻ സ്ഥലമുണ്ടായിരുന്നു. ലോക്ക് ചെയ്തിട്ടേക്ക്. ഇതിൻ്റെ മണ്ടയ്ക്കോട്ടും പോകാൻ സ്ഥലമുണ്ട്. ഫോർട്ടിലോട്ട് കയറാം. അത് ഒമാനാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഒമാൻ ബോർഡറായിട്ട്. അത് ഒമാൻ ബോർഡറാണ് അപ്പുറത്ത്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ റാസലീമ മൊത്തം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെന്താ? ഓ, അങ്ങോട്ട് ഇതില്ലേ, വെറുതെ വടി കൊടുത്തടി മേടിക്കണ്ട. ഓ, രണ്ടാമത്തെ ഇതും കൂടെ ഉണ്ട്. രണ്ടാമത്തെ ഫോട്ടോ കൂടെ ഉണ്ട്. ഇതെങ്ങനെയാ? ഇതും അതുപോലെ തന്നെ വെന്റിലേഷനുള്ള സ്ഥലം. ഇതിൻ്റെ മണ്ടക്കോട്ട് പൂട്ടിയിട്ടേക്ക് വേണോ? ഇതും പൂട്ടിയിട്ടേക്കുക. ഇങ്ങനെ വലിഞ്ഞ് കയറി ഇവിടെ ഒന്ന് കണ്ടോ? അയ്യവ, ഇങ്ങനെ മൊത്തം കാണാം. ഓ, അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനത്തെ ഹിൽ ഫോർട്ട് എന്ന് പറയുന്നത്. വേറൊരു ഹിൽ ഫോർട്ടും ലൈക്ക് എന്താ 1600 തൊട്ട് 1300 BC ആ സമയത്ത് ഉണ്ടാക്കിയ ഫോർട്ടായത്. ഉണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടല്ലോ. താഴെ മൊത്തം ഫാമാണ് കേട്ടോ. മൊത്തം പനേൻ്റെയും ഇതിൻ്റെയൊക്കെ ഫാമാണ് കണ്ടോ. അവിടെ അങ്ങോട്ട് മൊത്തം ഫാമാണ്. ഇവിടെ മൊത്തം മറ്റേ പനേൻ്റെയും ഇതുണ്ടല്ലോ
പോമഗ്രാനൈറ്റ് അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം പറഞ്ഞു വന്നത് 1600 1300 BC ഇത് പണിതത്. ഞാൻ പറഞ്ഞ 2 ഫോർട്ട് ഉണ്ട്. ഇതൊരു ഫോർട്ട്, എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ഫോർട്ടും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇപ്പുറത്തും ഒരു ഫോർട്ടുണ്ട്. ട്വിൻ ഫോർട്ടാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞ പോലെ മഡ് ബ്രിക്ക് വെച്ചിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. 1819 ബ്രിട്ടീഷും അൽഖ്വാസിമി ട്രൈബും യുദ്ധം ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഇതുവരെ സലണ്ടർ ചെയ്തത് അവസാനമായിട്ട് ഇവിടെ ആയിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. 19th സെഞ്ച്വറി പണിതത്. 19th സെഞ്ച്വറിയിൽ പണിയുകയും 1990s ഇത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതാണ്ട് ഒരാളെ അങ്ങനെ എത്തി. ഞാൻ പറഞ്ഞ പോലെ ഇതായിരുന്നു ലാസ്റ്റ് റെസിസ്റ്റൻസ്, ഇവിടെയായിരുന്നു. അതാണ് ഈ ഫോർട്ട് ഇത്രയും ഫേമസ് ആകാനുള്ള കാര്യം. ആ ഫോർട്ടിൻ്റെ മാപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോർട്ട്. ഇതാണ് കണ്ടോ. ഇവിടെ നോക്കിയാൽ റംസ് മൊത്തം കാണാമല്ലോ. അപ്പുറത്ത് ഒരു സൈഡ് മൊത്തവും മല, അങ്ങനെ റാസൽ കൈമ. ഇവിടെ തണുപ്പില്ലേ? താഴെ തണുപ്പ്, ഇവിടെ തണുപ്പില്ല. പക്ഷെ കയറി വരുമ്പോഴത്തേ അണച്ച് പണ്ടാരം അടങ്ങുന്നേ ഉള്ളൂ. താഴെ മൊത്തം ഫാമാ കണ്ടോ. ഉണ്ട്, പക്ഷെ അവർ അടച്ചിട്ടേക്കുക. അങ്ങനെ സൺസെറ്റ് ആയപ്പോൾ ഇവിടെ മൊത്തം ലൈറ്റ് ഇട്ടു കേട്ടോ. അവിടെ ലൈറ്റ് ഇട്ടു. സൺസെറ്റ് ആയപ്പോൾ എല്ലായിടത്തും ലൈറ്റ് ഇട്ടവർ. ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഇത് മഡ് ബ്രിക്ക് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഫോർട്ട്. ഇത് കണ്ടോ, മഡ് ബ്രിക്കും മണ്ണും പുല്ല് മറ്റേത് പനയോലയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പനയോലയും മഡും കല്ലും പിന്നെ ഷെൽസ് ഉണ്ട്, ഷെല്ലുകളുണ്ട് കണ്ടോ. ഈ ഷെല്ലുകൾ മണ്ണിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തവും പണ്ട് കടലിൻ്റെ അടിയിലായിരുന്നു. പിന്നെ കടൽ വലിഞ്ഞിട്ട് കടൽ ഉള്ളിലോട്ട് പോയി അല്ലേ. കടൽ ഉള്ളിലോട്ട് പോയി പിന്നെ കര കയറി വന്നതാണ് പറയുന്നത്. കാരണം അതുകൊണ്ടല്ലേ എല്ലായിടത്തും നമ്മുടെ വീട്ടിലും കുഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെല്ലുകൾ മൊത്തവും ഇവിടെ മൊത്തം ഷെല്ലുകൾ. റാസൽ കൈമ ആയിരുന്നു മണ്ണിന്റെ വെള്ളത്തിന്റെ അടിയിൽ. അപ്പൊ UAE അല്ലായിരുന്നു. റാസൽ കൈമ കടലിന്റെ അടിയിലായിരുന്നു. എനിവേ നമ്മളിപ്പോ നിൽക്കുന്ന ഇടം പണ്ട് കടലിന്റെ അടിയിലായിരുന്നു. അപ്പൊ ഇത്രയും ഹൈറ്റിലായിരുന്നു കടല്. മലേന്റെ ഈ നമ്മുടെ ജബൽ ജയ്സ് മൗണ്ടന്റെ മണ്ടയ്ക്ക് പോയാലും ഇതാണല്ലോ, അതല്ലേ സെക്കൻഡ് ഹയസ്റ്റ്. ജബൽ ജയ്സ് ആണോ സെക്കൻഡ് ഹയസ്റ്റ്? റാസൽ കൈമത്തെ അല്ല, വേൾഡിലത്തെ അതറിയത്തില്ല, അതെനിക്കും അറിയത്തില്ല. UAE ഹയസ്റ്റ് മൗണ്ടൻ പീക്കാ. ആണ്ട് മഞ്ഞ് വരുന്നമ്മ.
ആണ്ട് മഞ്ഞ പെയ്യെ വരുന്നു. ആ മഞ്ഞ് കയറി. ആ ഇവിടെ മഞ്ഞ കേട്ടോ, പക്ഷെ താഴെ പോയ മണ്ടയ്ക്ക് മഞ്ഞും. അപ്പൊ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാം. ആ മഞ്ഞ് കയറും. അപ്പൊ നമുക്കിനിയും താഴോട്ട് ഇറങ്ങിപ്പോവാം. മണ്ടയ്ക്കോട്ട് കയറാൻ പാടില്ലായിരുന്നു, താഴോട്ട് മണ്ടയ്ക്കോട്ട് കയറാൻ ഒടുക്കത്തെ പാടായിരുന്നു, താഴോട്ട് ഇറങ്ങാൻ ഇനി പാടില്ല. അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ തന്നെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഈ വഴിയല്ലല്ലോ, സോറി ഈ വഴിയല്ലേ, വഴി മാറിപ്പോയി, രണ്ടിടത്തും ഒരേപോലെ. അമ്മേ എൻ്റെ കാലമൊക്കെ ഓ ഇവിടെ വരെ LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇല്ലായിരുന്നു പണ്ട്, നെറ്റിലൊക്കെ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ വെച്ചത് ഇവര്. ഞാൻ ആദ്യം പോട്ടെ. കേറാൻ ഫിയർ ഇല്ലായിരുന്നു. മരത്തിൽ ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. നല്ലതാ. അമ്മയ്ക്ക് മരത്തിൽ കയറാൻ പേടിയില്ല, മരത്തിൽ നിന്ന് ഇറങ്ങാൻ പേടി. എൻ്റെ പൊന്നോ. ഇത് നമുക്കിനി ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഏകദേശം എത്ര വയസ്സാ? ഏത് വയസ്സ്? 10 വയസ്സ്. ഇതില് മരം കയറാൻ നിനക്ക് പറയാം. ഞാനൊക്കെ ഇവിടെ ഇതെന്തെങ്കിലും കയറി അപ്പനെ വടി കൊണ്ട് വരുമായിരുന്നല്ലോ. കൊള്ളാലോ. പണ്ട് ഞാൻ വല്ല മരം കയറാൻ നോക്കിക്കഴിഞ്ഞാൽ വടിയും കൊണ്ട് വരും അടിക്കാൻ വേണ്ടി. സ്വന്തമായിട്ട് കയറിയപ്പോ കുഴപ്പമില്ലായിരുന്നു. ഈ എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ? അവര് കൊച്ചിലെ എല്ലാ ദിവസവും കാണിക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോ മാത്രം പോയറ്റാം. പക്ഷേ എന്നാലും ഇവിടെ സമ്മതിച്ചു കൊടുക്കണം അമ്മ. ഇത്രയും മണ്ടയ്ക്ക് വന്നിട്ട് ഫോർട്ട് പണിതത്. എല്ലായിടത്തും കണ്ടോ ഫോർട്ട് കണ്ടോ? ആ പക്ഷെ ഇത്രയും മണ്ടയ്ക്ക് വന്നിട്ട് അവർ ആ ഫോർട്ട് പണിത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അതാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഇത് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ട ഇവിടെ എന്തൊക്കെയോ പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. ഓ ഞാൻ മറ്റേത് കാണിക്കാൻ മറന്നുപോയി. മറ്റേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡ്രെയിനേജ് വരുന്നത്. ചാല് അതിൻ്റെ മണ്ടയ്ക്ക് ഈവനായിട്ടല്ല, അത് ഇച്ചിരി ബെൻഡുണ്ട്. ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്. ബട്ട് എല്ലാ പോയിന്റും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിനായി പോകാൻ വേണ്ടി. ഇരുട്ടാകുമ്പോഴല്ലേ അല്ലെങ്കിലും UAEക്ക് ഭംഗി കൂടുന്നത്. ലൈറ്റ് കണ്ടോ? ഇവിടെ നോക്കി എല്ലാ മിന്നാമിനികളും കത്തിച്ച് വെച്ചേക്കുന്ന പോലെ. UAE ലോ മഡ് ഫോർട്ട് ഞാൻ പറഞ്ഞതാണ്ട് അത് അതിൻ്റെ ഇങ്ങനെയായിരുന്നു. അത് മൊത്തം പൊട്ടി പാളീസായിട്ട് ഇരിക്കുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ? എനിക്ക് ഇറങ്ങുമ്പോഴാണല്ലോ പ്രശ്നം. ആണ്ടൊരു കല്ലിരിക്കുന്നുണ്ടോ? കല്ലിന്നോ? ഒരു കല്ല് കണ്ടോ? ഓ ഇവിടെ നല്ല ഭംഗി ഇവിടുന്ന് കാണാൻ. നല്ല ഭംഗിയല്ലേ? കൊള്ളാം. എന്നാ പിന്നെ വൈഡ് വെച്ചെടുത്തൂടായിരുന്നു. നന്നായി. ഓക്കെ ബാ. ഇവരെ സമ്മതിച്ച് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇത്രയും മണ്ടയ്ക്ക് വന്നിട്ട് ഇറങ്ങാനും പാടാണല്ലോ. കയറാൻ മാത്രമല്ല ഇറങ്ങാനും ഇച്ചിരി പാടാ കേട്ടോ. ബട്ട് ഇത്രയും മണ്ടയ്ക്ക് ചവിട്ടി കയറിയാലും
മണ്ടയ്ക്കൊന്ന് കാണാൻ വെറുത്തുണ്ട്. എല്ലായിടത്തും വേണ്ടി ഇങ്ങനത്തെ ഡസ്റ്റ്ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ് അമ്മ, ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്നത്. എങ്ങും അഴുക്കിടാതെ ലിറ്റർ എഴുതുന്നിട്ട് എഴുതിയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവർ വഴിയും വെച്ചിട്ടുണ്ട് എവിടെയാ വേസ്റ്റ് കളയുന്നതെന്ന്. ഏറ്റവും മേളിലില്ല. അത് ടൈം കൊടുത്തിരിക്കുന്നതായിരിക്കും, ചുമ്മാ തിരക്ക് കൂടാതിരിക്കാനായിരിക്കും. അല്ല പക്ഷെ ഇവരെ സമ്മതിക്കണം. ഇത് അല്ല, അത് മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ ഉണ്ട് വേസ്റ്റ്. ഇത് കൊടുക്കാത്തത് ടിക്കറ്റ് കാരണം നമ്മുടെ നാട്ടിൽ വല്ലതും ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ തലയ്ക്ക് എത്രയെന്ന് വെച്ചിട്ടായിരിക്കും അവർ തലയ്ക്ക് എത്രയെന്ന് വെച്ചായിരിക്കും അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അന്ന് നമ്മൾ ഇതിന് ഇവിടെ പോയത് മ്യൂസിയത്തിൽ പോയപ്പോൾ എത്ര രൂപയായിരുന്നു? 5 രൂപയോ? അല്ല, മ്യൂസിയത്തിന് എത്രയായിരുന്നു? 5 രൂപയോ ഒരാൾക്ക്? മ്യൂസിയത്തിൽ കയറാൻ 5 രൂപ ഒരാൾക്ക്. ഇവിടെ ഫ്രീ ആണ്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടെ ശരിക്കും ഇവർ കറക്റ്റായിട്ട് എങ്ങനെയെങ്കിലും ആൾക്കാരായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അവർ വെറുതെ ഒരു കൗണ്ടർ ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ, കാശില്ല, ഫ്രീയാ. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, റെസ്റ്റ് ഹൗസ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫോർട്ട് ഉണ്ടോ മണ്ടയ്ക്ക്? ഫുൾ ലൈറ്റപ്പ് ആക്കിയത്. റോഡിൽ നിന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ കൊള്ളാമല്ലേ? ഹലോ, എക്കോ അടിക്കുന്നു. ഹലോ, ഇവിടെ മൊത്തത്തിൽ എക്കോ അടിക്കുന്നുണ്ടോ? ഹലോ, എക്കോ കേൾക്കാൻ നല്ല സുഖം. ഹലോ, അമ്മ ഇനി അങ്ങോട്ടോ അമ്മ പോന്നേ? ഫുഡ് മേച്ചണ്ടേ? എന്താ അതവിടെ വെച്ചോ, വേറെ ഒന്നുമില്ല. നമുക്ക് ഫുഡ് മേടിക്കാൻ പോവാം. തണുപ്പുണ്ട്, ആ സൺസെറ്റ് ആയപ്പോൾ തണുപ്പ് കയറി വന്നു.